കവടിയാറിൽ എം.ആർ. അജിത് കുമാറിന്റെ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. ഉമേഷിലേക്ക് ആദ്യം. ഉമേഷ് ബാലകൃഷ്ണൻ, കവടിയാറിൽ ഒരു വലിയ വില വരുന്ന പ്രോപ്പർട്ടി സ്വന്തമാക്കി അതിൽ വീട് നിർമ്മാണത്തിന് എപ്പോഴാണ് എം.ആർ. അജിത് കുമാർ എന്ന ADGP തുടക്കമിട്ടത്? PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണോ? തീർച്ചയായും കവടിയാർ ഗോൾഫ് ഹൗസിനോട് ഗോൾഫ് ക്ലബിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു ഭൂമി. ഈ ഭൂമിയിൽ നമുക്ക് വില നിശ്ചയിക്കാൻ പോലും കഴിയില്ല. കാരണം ഇവിടെ ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു മോഹ വില കൊടുത്ത് ഈ വസ്തു വാങ്ങേണ്ടി വരും. 10 സെൻറ്റ് സ്ഥലമുണ്ട് എന്നാണ് പ്രാഥമികമായി അറിയുന്നത്. ഈ 10 സെൻറ്റ് സ്ഥലം പൂർണ്ണമായി വീടാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. അതായത് 3 നിലകളുണ്ട്. അതിൽ ഏറ്റവും അടിയിലത്തെ നില പാർക്കിങ്ങും ഒപ്പം മറ്റ് ഒരു ഗസ്റ്റ് ഹൗസ് പോലുള്ള സംവിധാനവും ചേർത്താണ്. അത് ഭൂമിക്ക് അടിയിലേക്കാണ്. അതിന് തൊട്ട് മുകളിൽ 2 നിലയാണ്. അത് ടോട്ടൽ 3 നിലയുള്ള കെട്ടിടം. അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 2024 തന്നെയാണ് ഈ കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ലഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് IPS എം.ആർ. അജിത് കുമാർ ഓണർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഒരു മിസ്റ്റർ ശ്രീകുമാർ R എന്ന ആളാണ്. ട്രിയ കൺസ്ട്രക്ഷൻ എന്നുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ കെട്ടിടത്തിൻ്റെ മറ്റ് പദ്ധതികളും മറ്റ് നിർമ്മാണവും നടക്കുന്നത്. നമ്മൾ നിർമ്മാണ സൈറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിർമ്മാണം ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ബ്ലൂ പ്രിൻ്റാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാഥമിക വിലയിരുത്തലിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 7000 സ്ക്വയർ ഫീറ്റ്, 5000 മുതൽ 7000 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടാകും ഈ ഭൂമി എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യം കാൽക്കുലേഷൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി കാണുന്നത് ഈ ഭൂമിയിൽ തുടങ്ങുന്ന ഭാഗം മുതൽ ഉള്ള ഈ കൺസ്ട്രക്ഷനുകളാണ്. കൺസ്ട്രക്ഷൻ ഭൂമിക്ക് നിലവിലിപ്പോൾ ഉള്ളത് ഭൂമിക്ക് അടിയിലേക്കാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. കാരണം ആദ്യ നില എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് അടിയിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ, അതിനു വേണ്ടിയുള്ള കോൺക്രീറ്റ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും അടിയിലേക്ക് അത്രത്തോളം താഴേക്ക് കുഴിച്ച് അവിടെ പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയെടുക്കുക. അത്രത്തോളം അടിസ്ഥാനം പൂർണ്ണമായി ബലപ്പെടുത്തിയ ശേഷം മാത്രം അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ, അതായത് മുന്നിൽ നിന്ന് റോഡിൽ നിന്ന് കാണാൻ കഴിയുന്ന നിലയിലേക്ക് എത്തുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ എത്തുക. അതായത് താഴത്തെ നില റോഡിൽ നിന്നാൽ കാണാൻ കഴിയില്ല. ഇനി നമുക്ക് റോഡിൻ്റെ ഭാഗങ്ങളിലേക്ക് കൂടെ പോകാം. അതായത് ഇതാണ് ആ റോഡ്, അതായത് കവടിയാർ പാലസ് അവന്യൂ. കവടിയാർ പാലസ് അവന്യൂ എന്ന് പറയുന്നത് ഗോൾഫ് ക്ലബിനോട് ചേർന്നാണ്. അതായത് ഈ റോഡ് കവടിയാർ പാലസിൻ്റെ മുൻഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ സാധാരണ ഒരു വ്യക്തിക്ക് ഭൂമി വാങ്ങണം എന്ന് പറയുന്നത് തന്നെ വലിയ സ്വപ്ന വിലയാണ്. കാരണം ഇവിടെ ഒരു അടിസ്ഥാന വില രജിസ്ട്രാർ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു വിലയ്ക്ക് ഇവിടെ ലഭിക്കില്ല. ഈ മതിലാണ് ഗോൾഫ് ക്ലബിൻ്റെ മതിൽ. ഈ കാണുന്നത്, അതായത് ഗോൾഫ് ക്ലബ്ബും ഈ വീടും തമ്മിൽ ഒരൊറ്റ റോഡിൻ്റെ എതിർവശം ഗോൾഫ് ക്ലബിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ വീട്. അത് നമ്മൾ സാധാരണഗതിയിൽ ഒരുപക്ഷെ രജിസ്ട്രേഷൻ എത്ര തുക നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എങ്കിലും സാധാരണ ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു വസ്തു വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഭൂമി വാങ്ങണമെങ്കിൽ അത് പ്രായോഗികമല്ല എന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം ഉണ്ട് ഈ ഭൂമിയുടെ ഒരു വില. ചേട്ടനോട് ചോദിക്കരുത്, ചേട്ടൻ ഒരു പ്രദേശവാസിയാണെന്ന് പറഞ്ഞു. എന്തായാലും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതായത് ഏത് സമയത്താണ് ഇവിടെ ഭൂമി വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് ഇവിടെ ഭൂമി രജിസ്റ്റർ ചെയ്തത് തുടങ്ങിയവയെല്ലാം ഇനി എടുക്കേണ്ടതുണ്ട്. രജിസ്ട്രേഷനിലടക്കം ഏതെങ്കിലും രീതിയിൽ വില കുറിച്ച് കാണിച്ചിട്ടുണ്ടോ